ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ നമ്മൾ കേൾക്കുന്ന ഓരോ വചനവും 100 മേനി നമുക്ക് ബലം തരട്ടെ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് വിശുദ്ധ യോഹന്നാൻ സ്ലീഹായിലൂടെ ഈശോ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു വചനം നമ്മളിന്ന് കേൾക്കാൻ വേണ്ടി പോകണം. യോഹന്നാൻ സ്ലീഹയുടെ 1-ാമത്തെ ലേഖനം അതിൻ്റെ 3-ാമത്തെ അധ്യായം. നമുക്ക് ചിലപ്പോൾ വിശ്വസിക്കാൻ പറ്റിയാലാത്ത രീതിയിലൊരു വലിയ പ്രചോദനമാണ്, വലിയൊരു ശക്തിയാണ് യോഹന്നാൻ സ്ലീഹ പറഞ്ഞു തരുന്നത്. നാം ചോദിക്കുന്നത് എന്തും ദൈവം നമുക്ക് തരുമെന്ന്. വീണ്ടും അത് കേട്ടെ, നാം ചോദിക്കുന്നത് എന്തും ദൈവം നമുക്ക് തരും. അറിയാം, അതത്ര എളുപ്പമല്ല വിശ്വസിക്കാൻ. കാരണം നമ്മൾ ഒത്തിരി ചോദിച്ചിട്ടുണ്ട്, നമ്മൾ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ട്, പല നിയോഗങ്ങൾ വെച്ചിട്ടുണ്ട്, ഇപ്പോഴും ഉള്ളിൽ ചില ആഗ്രഹങ്ങളുണ്ട്, ഇന്നും പ്രാർത്ഥിച്ചിട്ടുണ്ട് ചില കാര്യങ്ങൾ. ഈശോ എനിക്കിത് വേണം, ഇത് നിനക്കറിയാലോ, എനിക്കിത് വേണം എന്നറിഞ്ഞ് വാശി പിടിച്ചും സ്നേഹത്തോടെയൊക്കെ നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ ഈശോയോട് പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ സ്ലീഹ പറഞ്ഞു തരികയാണ്, പരിശുദ്ധാത്മാവ് നിറഞ്ഞെന്ന് നാം ചോദിക്കുന്നത് എന്തും ദൈവം നമുക്ക് തരും. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, ഒരു കുഞ്ഞു കണ്ടീഷൻ മാത്രമേ അവിടെ വെച്ചിട്ടുള്ളൂ. ആ കണ്ടീഷനെ കുറിച്ച് ഒന്ന് ധ്യാനിക്കണം, എന്നിട്ട് വേണം നമ്മളിന്ന് പ്രാർത്ഥിച്ച് കിടന്നുറങ്ങാൻ. നമുക്ക് യോഹന്നാൻ സ്ലീഹയുടെ 1-ാമത്തെ ലേഖനം എടുക്കാം, അതിൻ്റെ 3-ാമത്തെ അധ്യായം. 1 ജോൺ ചാപ്റ്റർ 3 22-ാമത്തെ വാക്യമാണ് നമ്മളിപ്പോൾ വായിച്ചത്. 3-ാമത്തെ അധ്യായത്തിൽ 22-ാം വാക്യം. വചനം കേട്ടെ, നാം ആവശ്യപ്പെടുന്നത് എന്തും അവിടുന്ന് നമുക്ക് നൽകുകയും ചെയ്യും. എല്ലാം തരുമെന്ന്. എന്താ കണ്ടീഷൻ? കാരണം നമ്മൾ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും അവിടുത്തേക്ക് പ്രീതിജനകമായത് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. 2 കണ്ടീഷൻസ് അല്ല, 2 കാര്യങ്ങൾ പറയാണ്. ഈശോ തരും നമ്മൾ ചോദിക്കുന്ന എന്തും. കാരണം എന്താ? അവൻ നമ്മൾ അവിടുന്ന് പറയുന്ന എല്ലാം അനുസരിക്കുകയും അവിടത്തേക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് നമ്മൾ ജീവിക്കുകയും ചെയ്യുന്നത്. നമുക്ക് പലപ്പോഴും പറ്റിപ്പോകുന്ന ഒരു അബദ്ധം, ഇതിപ്പോൾ പറയുമ്പോൾ വിഷമവും തോന്നണ്ട, നമുക്കൊന്ന് ആത്മപരിശോധനയ്ക്ക് നമുക്ക് എല്ലാവർക്കും അത് വിധേയമാക്കേണ്ട കാര്യമാണ്. ഈശോയോട് നമ്മൾ ഒത്തിരി കാര്യം ചോദിക്കുന്നുണ്ട്. ഈശോ എനിക്ക് അത് വേണം, ഇത് വേണം, ഈ ആവശ്യങ്ങളൊക്കെ എൻ്റെ മുമ്പിലുണ്ട്. ഇതൊക്കെ പറയുമ്പോഴും പ്രിയപ്പെട്ട സ്വരങ്ങളെ, യോഹന്നാൻ സ്ലീഹയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളോട് ചോദിക്കുകയാണ്, ഈശോ പറയുന്നത് അനുസരിക്കുന്നുണ്ടോ? ഒപ്പം തന്നെ ഈശോയ്ക്ക് ഇഷ്ടമുള്ള രീതിയിലാണോ ജീവിക്കുന്നത്? എല്ലാ ദിവസവും നമ്മൾ വചനം കേൾക്കുന്നുണ്ട്, പക്ഷേ അത് അനുസരിക്കുന്നുണ്ടോ? കേട്ട വചനം അനുസരിച്ച് ഈശോയ്ക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെയാണോ ജീവിക്കുന്നത്? ആണെങ്കിൽ നാം ചോദിക്കുന്ന എന്തും അവിടെ നമുക്ക് തരുമെന്ന്. നമുക്കിതൊന്ന് ചിന്തിക്കാൻ വിഷയമാക്കണം കേട്ടോ. ഞാൻ ചോദിച്ചിട്ട് എന്താ തരാത്തെന്നുള്ള പരാതിക്കപ്പുറം ഈശോയ്ക്ക് നമ്മളോടുള്ളൊരു പരാതി, നീ ഞാൻ പറയുന്നത് അനുസരിക്കുന്നുണ്ടോ? നീ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെയാണോ ജീവിക്കുന്നത്? ഇങ്ങനൊരു ചോദ്യം നമ്മുടെ മുമ്പിൽ വന്നാൽ എന്തുത്തരം പറയും? അത് വളരെ പ്രധാനപ്പെട്ടാണ്. ഇനി 23-ാമത്തെ വാക്യം വായിച്ചേ. അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ നാം വിശ്വസിക്കുകയും അവൻ നമ്മോട് കൽപ്പിച്ചതുപോലെ നാം പരസ്പരം സ്നേഹിക്കുകയും ചെയ്യണം. ഇതാണ് അവിടുത്തെ കൽപ്പന. അപ്പം എന്നതാ ദൈവം പറഞ്ഞേക്കുന്നത്? എന്താണ് വചനം പറഞ്ഞേക്കുന്നത്? നമ്മൾ ഈശോയിൽ വിശ്വസിക്കണം, 1-ാമത്തെ കാര്യം. 2, ഈശോ പറഞ്ഞത് അനുസരിക്കണം. എന്തനുസരിക്കണം എന്ന് പറയുക? പരസ്പരം സ്നേഹിക്കണം. ഈ ഒരു കൽപ്പന അനുസരിക്കുകയും അങ്ങനെ ചെയ്താൽ നമ്മൾ കർത്താവിൻ്റെ ഇഷ്ടം അനുസരിച്ച് ജീവിക്കുന്നവരായിത്തീരും. അങ്ങനെയെങ്കിൽ നാം ചോദിക്കുക എന്തും ദൈവം നമുക്ക് തരുമെന്ന് വചനം ഉറപ്പ് തരികയാണ്. നമുക്കതൊന്ന് പരിശ്രമിക്കാമല്ലോ. ഇന്നിപ്പോൾ ചിലപ്പോൾ എല്ലാവരെയും ഒന്ന് സ്നേഹിക്കാൻ പറ്റി കാണില്ല. ഇന്ന് കിടന്നുറങ്ങുന്നതിന് മുമ്പ്, ഈ വചനം പ്രാർത്ഥിച്ച് കിടന്നുറങ്ങുന്നതിന് മുമ്പ്, ഈശോയെ ഇന്ന് എനിക്ക് സ്നേഹിക്കാൻ പറ്റാത്തവർ, ഇന്ന് ചിലപ്പോൾ ഞാൻ ദേഷ്യപ്പെട്ടവർ, ഇന്ന് എൻ്റെ ഉള്ളിൽ ഇപ്പോൾ കിടന്നുറങ്ങുമ്പോൾ പോലും ചെറിയൊരു ദേഷ്യം, സങ്കടം, അമർഷമൊക്കെ ആരോടെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെല്ലാം സ്നേഹിക്കാൻ ഒരു കൃപ നൽകണേ. നാളെ കൂടുതൽ മനുഷ്യരെ സ്നേഹിക്കാൻ, കൂടുതൽ അവരിലേക്ക് ഈശോയെ പകർന്നു കൊടുക്കാൻ ഒരു കൃപ തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളിന്ന് കിടന്നുറങ്ങുകയാണ്. അങ്ങനെ അനുസരിക്കുമ്പോൾ എല്ലാവരെയും സ്നേഹിക്കാനൊക്കെ നമുക്ക് പറ്റുമ്പോഴാണ് പ്രിയപ്പെട്ട സ്വരങ്ങളെ, നാം ചോദിക്കുന്ന എന്തും ദൈവം നമുക്ക് തരുന്നത്. ഈ വചനം അനുസരിച്ച് ജീവിക്കാനുള്ള കൃപ നിങ്ങൾക്ക് ലഭിക്കട്ടെ. കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം, ശക്തിപ്പെടാം. പരിശുദ്ധാത്മാവ് നമ്മളെ മുന്നോട്ട് നയിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.